ഇത് വാതിലിങ്ങ ഒറ്റ പാളിയാണേ. അവർ രണ്ടിനെ ഉന്തി താഴെ ഇട്ടിട്ട് വാതിൽ കുറ്റി. ഈ ജനലിൻ്റെ അവിടെ വരും. ഹിറ്റ്ലർ ഈ കൈ ഇങ്ങനെ എനിക്ക് കൈയും കൊടുത്തിട്ട് ഇറങ്ങിച്ചത്. എന്താണ് അവിടെ കളിക്കണത്? പോടാ അവിടെ. നമസ്കാരം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പോർച്ചുഗീസ് അമ്മച്ചിയുടെ അടുത്ത പിറവത്ത്. അപ്പോൾ അമ്മച്ചി പ്രത്യേകമായിട്ട് ഏതോ നല്ല വിഭവം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട്. അത് മറ്റാരുമല്ല, അമ്മച്ചിയുടെ കൊച്ചുമകളുടെ മകളാണ്. അത് നേരെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 തലമുറ. അപ്പോൾ ആ കൊച്ചുമകളുടെ മകളാണ് സ്റ്റൈന. അമ്മച്ചിയെപ്പോലെ തന്നെ ഒരു പാചക വിദഗ്ധയാണ്. അപ്പോൾ ഇനി മുതൽ അമ്മച്ചിയുടെ കൂടെ അമ്മച്ചിയും അമ്മച്ചിയുടെ കൊച്ചുമകളുടെ മകളും ചേർന്നിട്ടുള്ള പാചകങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടെ ഇനി പാചകം നടത്തുക അല്ലേ? താങ്ക് യു സോ മച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തരുന്നതിന്. അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. മാത്രമല്ല സ്റ്റൈന ഒരു യൂട്യൂബർ കൂടിയാണ്. പിന്നെ കൂടാതെ സ്റ്റൈന വളർന്നതൊക്കെ ബോംബെയിലാണ്. അതുകൊണ്ട് 7 ഭാഷകൾ അറിയാം. പക്ഷെ മലയാളം അത്ര നന്നായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് കുറച്ച് മലയാളത്തിലൊക്കെ ഭാഷ പഠിച്ചൊക്കെ വരുന്നേ ഉള്ളൂ അല്ലേ? നന്നായിട്ട് ഇനി പഠിക്കാൻ പോവാണ്. എന്നിട്ട് വേണമെങ്കിൽ വീഡിയോ ഒക്കെ ഉണ്ടാക്കാം. നമ്മുടെ സംസാരം ടിവിയുടെ മലയാളം പഠിക്കാൻ പോവാണ്. അപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരാം. അപ്പോൾ ചേട്ടായി പറഞ്ഞ പോലെ എനിക്ക് മലയാളം അത്ര അറിയില്ല. പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംസാരം TV കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ കുറേ നന്നായിട്ട് മലയാളം പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് തെറ്റ് പറ്റി പോവുകയാണെങ്കിൽ പ്ലീസ് ഫർഗീവ് മീ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പം നമ്മൾ തുടങ്ങാം അമ്മച്ചി. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറേ നമ്മൾ സ്പൈസസോ കുറേ മസാല ഒന്നും ഇടുന്നില്ല. അപ്പോൾ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അമ്മച്ചി നമുക്ക് വറുക്കാനായിട്ട് എന്തൊക്കെയാണ് അമ്മച്ചി വേണ്ടത്? 2 കഷ്ണം ഇഞ്ചി, ഓക്കെ, ഒരു ചെറിയ 2 കഷ്ണം മഞ്ഞൾ, 1 തുടം വെളുത്തുള്ളി. ഓക്കെ, ഇത് ചതച്ചെടുക്കണം. ബാക്കിയുള്ള പൗഡറൊക്കെ ഇത് ചിക്കൻ മസാല, കുരുമുളക്, ഓക്കെ, മുളക് പൊടി, ഉപ്പ്, ഇത് മൈദ, ഇത് കോൺഫ്ലവർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. വെളിച്ചെണ്ണ, ചിക്കൻ. ഓക്കെ, ചിക്കൻ ഫ്രൈക്ക് ചിക്കൻ വേണമല്ലോ. അപ്പോൾ എനിവേ നമുക്ക് ആദ്യം ചതയ്ക്കാം. ഇത് നമുക്ക് ചതച്ചെടുക്കാം, പിന്നെ നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, ഒന്നിങ്ങനെ കുത്തിയിട്ട്. അപ്പോൾ നമ്മളത് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ടർമറിക്, ജിഞ്ചർ ഗാർലിക്, എന്താ പറയുന്നത് അമ്മച്ചി? വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ 1 സ്പൂൺ നമുക്ക് എടുക്കാം കേട്ടോ. അത് ചെയ്തിട്ട് അതിൻ്റെ 1 സ്പൂൺ ഉണ്ടാവില്ലേ, അതാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതൊരു 1/2 സ്പൂൺ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ 1.5. ഓക്കെ, പിന്നെ അമ്മച്ചി ഉപ്പിടണ്ടേ? ഉപ്പ് ഇത്ര മതിയോ? നോക്കിയിട്ടിടാം. ഓക്കെ, 1 സ്പൂണാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും എല്ലാം ഇട്ടായിരുന്നല്ലോ ചതച്ചത്. പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ഇടണ്ടേ? പിരിയമുളക്. അത് എത്ര ഇടണം? 2 സ്പൂൺ ഇടും, മതി. പിന്നെ നമ്മുടെ ചിക്കൻ മസാല, അത് നമുക്ക് 1 സ്പൂൺ ഇടാം അല്ലേ? കുരുമുളക് 1/4 സ്പൂൺ ഇട്ടാൽ മതി. പോരെ? ഓക്കെ, നമുക്കിനി ചിക്കൻ മിക്സ് ആക്കാം കേട്ടോ മസാലയിൽ. അമ്മച്ചി എന്തെങ്കിലും ഒന്ന് പറ. വെറുതെ ഉണ്ടാക്കുമ്പോൾ അമ്മച്ചി കുറേ എന്നോടൊരു കാര്യങ്ങൾ സ്റ്റോറിയൊക്കെ പറയുമല്ലോ നേരത്തെ സമയത്ത്. ഇപ്പം എന്തൊന്നും മിണ്ടാത്ത? നീ ചിക്കൻ ഇടണം, ഞാൻ നോക്കി നിൽക്കുകയല്ലേ. നല്ലോണം കുഴക്കി. ഓക്കെ, ഒന്നും കൂടെ പിടിക്കാനുണ്ട്, നല്ലോണം തിരുമ്മി കൂട്ടും. ഓക്കെ, കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും അമ്മച്ചി? അത് നോക്കിയിട്ടിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇതെന്തായിരുന്നു അമ്മച്ചി? മൈദ അല്ലേ ഇത്? മൈദ നമുക്ക് 2 സ്പൂൺ ഇടാം കേട്ടോ. മതി. പിന്നെ ഇത് കോൺഫ്ലവർ, ഇത് നമുക്ക് 2 സ്പൂൺ ഇടാം. പിന്നെ നോക്കിയിട്ട്
നമുക്ക് ചെയ്യാം. ഞാനാണെങ്കിൽ ഇളക്കിത്തരാം. അമ്മച്ചി പിന്നെ നല്ലോണം മുറിഞ്ഞു പോയാൽ നല്ലോണം ഇളക്കിക്കേ. എൻ്റെ കൈ ഇങ്ങനെ തിരുമ്മി കൂട്ടലേ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് വെച്ചാലോ അമ്മച്ചി? നമുക്ക് ഫ്രിഡ്ജിനകത്ത് കുറച്ച് നേരം കയറ്റി വെക്കാനാ? ആ, കുറച്ച് നേരം. കാരണം ഇതിപ്പോൾ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 1.5 hour 1 hour നമ്മൾ വെക്കണം ഒരു നന്നായിട്ട് ടേസ്റ്റ് പിടിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ അടുത്ത് സമയമില്ലാത്തതുകൊണ്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ അതൊരു 15-20 minutes നന്നായിട്ട് മാരിനേഷൻ പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ, 10 minute അല്ല, ഇത് നമുക്ക് പരട്ടിയിട്ട് തലേ ദിവസം പരട്ടിയിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം വറുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 1 day രാത്രി വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് നിങ്ങൾക്ക് വറക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് വരും, നമ്മുടെ ചിക്കനിലൊക്കെ പിടിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു 10 minutes കഴിഞ്ഞിട്ടുണ്ട് മാരിനേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്കിനി ഇത് വറക്കാം. ഓക്കെ, സ്റ്റവ് കത്തിക്കാം നമുക്ക്. അമ്മച്ചി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അമ്മച്ചിയുടെ ആരാ അമ്മച്ചി ബെസ്റ്റ് ഫ്രണ്ട്? സ്റ്റൈനയും ആദലും. ആദിൽ എൻ്റെ സിസ്റ്ററാണ്, ഭയങ്കര നോട്ടിയാണ്. ഇനി വേറൊരു വീഡിയോ ഉള്ള ഞാൻ കാണിക്കാം. എണ്ണ ഒഴിച്ചേ. ഇത് ഒഴിക്കിട്ട് എൻ്റെ കൈ കൊണ്ട് പറ്റില്ല. ഓക്കെ, ഞാൻ വയ്ക്കാം അമ്മച്ചി. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇട്ടോ, ഓരോന്നോരോന്നിട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എടുക്കുകയാണേ. വലിയ പീസാണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കുമല്ലേ അമ്മച്ചി വേവാൻ? ചെറുതാണെങ്കിൽ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും. എനിക്കിത് ഭയങ്കര സിമ്പിൾ അല്ലേ, വേഗം വറുത്തെടുക്കാൻ പറ്റിയത്. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടോ. കുറച്ച് ടേസ്റ്റിന് ഞങ്ങളിങ്ങനെ മുളക് ഇങ്ങനെ വറുത്ത് കഴിക്കുക. എൻ്റെ പപ്പയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മച്ചി അങ്ങനെ വറുത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്നും അങ്ങനെ ഒന്ന് കുറച്ച് പച്ചമുളക് വറുക്കാമെന്ന്. അപ്പോൾ അത് ഞാൻ വറുത്തുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ് ഓഫാണ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പൊട്ടിത്തെറിക്കില്ലേ. നമ്മളിങ്ങനെ ചിക്കൻ കടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയില്ലേ? സിനോനെ വിളിച്ചിട്ട് ടേസ്റ്റ് പറയാം എങ്ങനെയാന്ന്. എന്തായാലും കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അമ്മച്ചിയും അമ്മച്ചിയുടെ കൊച്ചുമോളുടെ മോളും ഇവിടെ ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ കാണുമ്പോൾ തന്നെ ഭംഗിയാണ്. മൊത്തം എനിക്ക് കഴിക്കണമെന്നുണ്ട്, പക്ഷെ മൊത്തം കിട്ടുമല്ലോന്ന് തോന്നുന്നു അല്ലേ? തരില്ല. എന്തായാലും നല്ലൊരു ലെഗ് പീസ് തന്നെയാണ് ഞാൻ എടുത്തത്. സോസൊക്കെ കഴിച്ചിട്ടുണ്ട്. സോസിലൊക്കെ നല്ല ഒന്ന് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപാര ടേസ്റ്റ് ആട്ടോ. എപ്പോഴും അപാര ടേസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ വിചാരിക്കില്ല, ഇത് സൂപ്പർ ടേസ്റ്റ്. അപ്പം അമ്മച്ചിയുടെ കൊച്ചുമോളും പാചകത്തിൽ വിദഗ്ധയാണെന്ന് മനസ്സിലായി. രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്ത് പാചകമാണ്. അടിപൊളി കേട്ടോ. താങ്ക് യു. അപ്പം എന്തായാലും സൂപ്പറാണ്. എന്തായാലും ഉണ്ടാക്കി നിങ്ങൾ ഓരോ പീസ് കഴിക്കുക. അമ്മച്ചി ഈ ചിക്കൻ്റെ കൂടെ നമ്മുടെ ഈ ഗ്രീൻ ചില്ലി ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കോ? ഗ്രീൻ ചില്ലി കൂടെ പറഞ്ഞാൽ ചില്ലി ഇഷ്ടമാണോ? ചില്ലി ഇഷ്ടം, ആവേശത്തോടെ കഴിച്ചേക്കാം. അതിൻ്റെ കൂടെ ചിക്കൻ ഒന്ന് കഴിച്ചേ. എരിവും അടിപൊളി. അങ്ങനെ സൂപ്പർ കേട്ടോ.
അത് ആ ചില്ലി ഒരെണ്ണം ഒരു ചിക്കൻ കറിയും കൂടെ കൂടി കഴിക്കണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ശരിയാ. എങ്ങനെയുണ്ട് അമ്മച്ചി? നന്നായിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് അമ്മച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ അല്ലേ വരുന്നത്, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കണം. ആൻഡ് ഡു ലെറ്റ് us know ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പുതിയ വിഭവമായിട്ട് വീണ്ടും ഞാനും ഇടയ്ക്കൊക്കെ ഇവരുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പം എല്ലാവർക്കും ഒരു ബൈ. സീ യു. വീണ്ടും കാണാം.